അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായിട്ട് ഇന്ത്യ ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഇത് അപകടകരമാണ് എന്നും താലിബാൻ ഒരു മതമൗലികവാദ ഭീകര സംഘടനയാണ് എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നാളിതുവരെ അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ലൊരു ബന്ധമാണ് ഇന്ത്യക്കുണ്ടായിരുന്നത്. അത് പണ്ട് അഫ്ഗാനിസ്ഥാനിൽ രാജഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിലും ശേഷം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലനിന്നിരുന്ന കാലഘട്ടത്തിലും ജനാധിപത്യ ഭരണകൂടം നിലനിന്ന കാലഘട്ടത്തിലും പിൽക്കാലത്ത് താലിബാൻ ഭരണം ഏറ്റെടുത്ത കാലഘട്ടത്തുമൊക്കെ ഇന്ത്യക്ക് ഇവരുമായിട്ട് നല്ലൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. താലിബാനെ എങ്ങനെയൊക്കെ നമ്മൾ വിമർശിച്ചാലും കാശ്മീരിൽ ആക്രമണം ഉണ്ടായ സമയത്ത് അതിനാദ്യമായിട്ട് തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇവിടെ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ആക്രമണ ശ്രമങ്ങളെ, ഭീഷണികളെ അതിജീവിക്കുവാൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഉപയോഗിക്കുക എന്ന ഒരു നയതന്ത്ര രീതിയാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കാൻ ശ്രമിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഗവൺമെൻറ് ചെലവാക്കിയിട്ടുണ്ട്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും ജലസേചനം, കുടിവെള്ള പദ്ധതികൾ, റോഡ് നവീകരണം, അണക്കെട്ട് നിർമ്മാണം തുടങ്ങി ആശുപത്രി നിർമ്മാണം, ആരോഗ്യ പരിപാലനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം അഫ്ഗാൻ ജനതയ്ക്ക് വലിയ സഹായകമാണ്, ഒപ്പം നമുക്കും സഹായകമാണ്. പാകിസ്ഥാൻ തീറ്റിപ്പറ്റുന്ന എല്ലാ തീവ്രവാദ സംഘടനകളുടെയും ബേസ് അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ വക ഭീഷണികളെ അതിജീവിക്കാനും ഈ തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ വേരോടെ ഉന്മൂലനം ചെയ്യാനും അഫ്ഗാൻ ഗവൺമെൻറ്റായ താലിബാൻ ഭരണകൂടത്തിൻ്റെ സഹായം നമുക്ക് അനിവാര്യമാണ്. ഏറ്റവും ഒടുവിലായി കാബൂളിൽ ഒരു അണക്കെട്ട് നിർമ്മാണം അത് മുടങ്ങിക്കിടക്കുകയാണ് വർഷങ്ങളോളം. അത് പുനരാരംഭിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഈ വർഷം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും. ഈ അണക്കെട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ കുടിവെള്ള പ്രശ്നം തീരും. അവിടെ കൃഷിക്ക് ജലസേചന സൗകര്യം ലഭിക്കും. ഇങ്ങനെ മനുഷ്യത്വപരമായ നിരവധി സഹകരണങ്ങളും സഹായങ്ങളും നമ്മൾ അഫ്ഗാൻ ജനതയ്ക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് അഫ്ഗാൻ ജനങ്ങളും ഭരണകൂടവും ആ സ്നേഹവായ്പ നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. എന്നാൽ ഈ ബന്ധങ്ങളെ ഇഷ്ടപ്പെടാത്ത ചില സംഘപരിവാര ചിന്താഗതിക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അവർ ചിന്തിക്കുന്നത് എന്താണ്? ഈ തീവ്രവാദികളുമായിട്ട് നമ്മൾ കൂടുകയാണോ എന്നുള്ളതാണ്. എന്നാൽ അതല്ല സത്യം. അഫ്ഗാൻ ജനത എന്നും ഇന്ത്യക്കാരെ സ്നേഹിച്ചിട്ടുള്ള ഒരു ജനമാണ്. തിരിച്ച് നമ്മളും അങ്ങനെ തന്നെ. പുരാതന ഭാരതത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു. ഗാന്ധാരിയമ്മ, ഗാന്ധാരം ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതെല്ലാം മഹാഭാരതത്തിൽ വരെ പരാമർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വിഘടനവാദികളുണ്ട് എന്നതുകൊണ്ട് ആ രാജ്യത്തെ നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അവരുമായിട്ട് രമ്യമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് വേണ്ടത്. തീവ്രവാദം, വിഘടനവാദം, തീവ്രവാദി ഭീഷണി ഇതൊക്കെ നമ്മൾ ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഉന്മൂലനം ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്.